ഡ്രാക്കുള എന്ന പേര് കേൾക്കുമ്പോൾ വിളറിയൊരു മുഖവും കൂർത്ത പല്ലുകൾക്കിടയിൽ നിന്ന് ചോരയൊഴുകുന്ന ഭീകരരൂപവുമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. ബ്രാം സ്റ്റോക്കറുടെ ഈ ക്ലാസിക് ഗോത്തിക് നോവലിന് നമ്മുടെ ഭാവനയിൽ അത്രയേറെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ തെളിവാണത്. കഥ ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള യുവ അഭിഭാഷകനായ ജൊനാഥൻ ഹാർക്കർ കൗണ്ട് ഡ്രാക്കുള പ്രഭുവിനെ കാണാൻ ട്രാൻസ്വാനിയിലേക്ക് തിരിക്കുന്നതോടെയാണ്. പ്രഭുവിന് ഇംഗ്ലണ്ടിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങണമെന്നും അതിന്റെ നിയമവശങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് ജൊനാഥനെ വിളിച്ചു വരുന്നത്. പ്രഭുവിന്റെ ഭയാനകവും ഭീകരവുമായ കോട്ടയിലേക്ക് ജൊനാഥൻ കാലുകുത്തുന്നതോടെയാണ് കഥയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങുന്നത്. പകൽ സമയങ്ങളിൽ ജൊനാഥൻ പലപ്പോഴും ആ കോട്ടയിൽ ഒറ്റയ്ക്കായിരുന്നു. രാത്രികളിലായിരുന്നു പ്രഭു ജൊനാഥനുമായുള്ള കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. പതിയെ പതിയെ ജൊനാഥൻ തിരിച്ചറിയുകയാണ് ആ പ്രഭുവിനും കോട്ടയ്ക്കും എന്തോ നിഗൂഢമായ രഹസ്യങ്ങളുണ്ടെന്ന്. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ജൊനാഥൻ ആ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. പിന്നീട് അയാൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് കഥയുടെ പശ്ചാത്തലം ഇംഗ്ലണ്ട് തീരദേശ പട്ടണമായ വിറ്റ്പിനിലേക്ക് നീങ്ങുന്നത്. ഇവിടെ വെച്ചാണ് ജൊനാഥന്റെ പ്രതിസുദ്ധ വധുവായ മിന ഹാർക്കറെയും അവളുടെ ഉറ്റ സുഹൃത്തായ ലൂസിയെയും കണ്ടുമുട്ടുന്നത്. ജൊനാഥന്റെ കത്തുകൾ ലഭിക്കാതായതോടെ മീന പരിഭ്രാന്തിയാവുകയാണ്. ആ സമയത്താണ് നിഗൂഢമായൊരു കപ്പൽ തുറമുഖത്ത് എത്തിപ്പെടുന്നത്. അതോടെ കഥ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. വായനക്കാരെ ആകാംക്ഷയിൽ നിർത്താൻ പോകുന്ന ചില സംഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. മിനയുടെ സുഹൃത്തായ ലൂസിക്ക് ഉറക്കത്തിൽ നടക്കുന്ന ശീലമുണ്ടായിരുന്നു. അന്ന് രാത്രിയിലും ലൂസി ഉറക്കത്തിൽ നടന്ന് വിറ്റ്ബിയിലെ ഒരു പഴയ സെമിത്തേരിയിൽ എത്തുകയാണ്. പിറ്റേന്ന് പുലർച്ചെ കഴുത്തിലൊരു ദുരൂഹമായ മുറിവോടെയാണ് ലൂസിയെ കണ്ടെത്തുന്നത്. പതിയെ പതിയെ ലൂസിക്ക് അപൂർവമായൊരു അസുഖം പിടിപെടുകയാണ്. ദിവസങ്ങൾ ചെല്ലുന്തോറും അവൾ ക്ഷീണിതയും അവശയുമായി മാറുന്നു. അവളുടെ പ്രതിസുദ്ധവരനായ ആർത്തർ, സുഹൃത്തുക്കളായ ഡോക്ടർ ജോൺ, ക്വിൻസി മോറിസ് തുടങ്ങിയവർ അവളോടൊപ്പം നിൽക്കുന്നു. പിന്നീട് ഇവർ വാമ്പയർ വേട്ടക്കാരുടെ സംഘമായി മാറുന്നു. ലൂസിയുടെ ഈ വിചിത്രമായ അസുഖത്തിന് പിന്നിൽ ഒരു വാമ്പയർ ആണെന്ന സംശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ഡച്ച് ഡോക്ടറായ വാൻ ഹെൻസിംഗ് ആണ്. ഒരുതരം ആസന്നമായ വിനാശം കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് പിന്നീട് നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയും. ഡ്രാക്കുളയ്ക്ക് രൂപം മാറാൻ കഴിവുള്ളത് അവനെ അമാനുഷികനാക്കുന്നു. അതോടൊപ്പം തന്നെ വായുവിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷനാകുകയും ചെയ്യുന്നത് അവനെ കൂടുതൽ ഭീകരനാക്കുന്നു. കത്തുകളിലൂടെയും ഡയറി കുറിപ്പുകളിലൂടെയുമുള്ള ഈ കഥ പറച്ചിൽ ഒരുതരം പ്രത്യേക സസ്പെൻസ് ഈ നോവലിന് സമ്മാനിക്കുന്നുണ്ട്. ചികിത്സകളൊന്നും ഫലം കാണാതായതോടെ ലൂസി പതിയെ മരണത്തിന് കീഴടങ്ങിയാണ്. പിന്നീട് അവൾ ഒരു രക്തരക്ഷസായി മാറുന്നു. മിനയുടെ കാര്യവും ഒട്ടും മോശമായിരുന്നില്ല. അവളും അയാളുടെ പിടിയിൽ അകപ്പെടുന്നു. ലണ്ടൻ നഗരത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ഡ്രാക്കുളയ്ക്ക് കഴിയുന്നുണ്ടെങ്കിലും പ്രേതോച്ചാടൻ കൂടിയായ പ്രൊഫസർ വാൻ ഹെൻസിംഗും ജൊനാഥനും സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങൾ ട്രാൻസിൽവാനിയയിലേക്ക് തിരികെ പോകാൻ ഡ്രാക്കുളയെ പ്രേരിപ്പിക്കുന്നു. ഒടുവിൽ ഡ്രാക്കുളയെ പൂർണ്ണമായി ഇല്ലാതാക്കി മിനയെ ഡ്രാക്കുളയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വാൻ ഹെൻസിംഗും സുഹൃത്തുക്കളും നടത്തിയ ശ്രമങ്ങൾ വിജയം കണ്ടോ എന്നുള്ളതാണ് ഈ ഭയാനകമായ നോവലിലൂടെ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നത്. ഡ്രാക്കുള ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വാമ്പയർ നോവലായിരുന്നില്ല. 1819 പ്രസിദ്ധീകരിച്ച ജോൺ വില്യം പോൾഡോറിയുടെ ദി വാമ്പയർ ആണ് ആദ്യത്തെ വാമ്പയർ നോവൽ എന്ന സവിശേഷണം നേടുന്നത്. പക്ഷേ ഡ്രാക്കുള ഹൊറർ സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളിൽ ഒന്നായി നിലകൊള്ളുന്ന കാലാതീതമായ ക്ലാസിക്കായി മാറി. 250-ലധികം സിനിമകളും ഒരു പിടി TV സീരീസുകളും ഡ്രാക്കുളയുടെ പാരമ്പര്യത്തെ അനശ്വരമാക്കിയിട്ടുമുണ്ട്. നിങ്ങളൊരു നല്ല ഗോത്തിക് ഹൊറർ നോവൽ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന ഈ നോവൽ ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷെ ഒന്നോർക്കുക, ഭയത്തിന്റെ വാതിലുകൾ ഒരിക്കൽ തുറന്നാൽ അത് അടയ്ക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. രാത്രികളിൽ നിങ്ങളോടൊപ്പമുള്ളത് ആരാണെന്ന് ഉറപ്പുവരുത്തേണ്ടിയും വരും.